പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് തിരുവനന്തപുരം നഗരത്തിൽ അനധികൃത ഫ്ലെക്സുകൾക്ക് പിഴയിട്ട സംഭവത്തിൽ നഗരസഭയും BJPയും രണ്ടു തട്ടിൽ. നിയമപരമായ നടപടിയാണ് ഉണ്ടായതെന്ന് മേയർ VV രാജേഷ് വ്യക്തമാക്കി. നഗരസഭയുടെ നിലപാടിനെ വിമർശിച്ച് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ രംഗത്തെത്തി. മലബാറിലൊരു ചൊല്ലുണ്ട്, പറഞ്ഞാൽ ഉപ്പ ഉമ്മാനെ കൊല്ലും, അല്ലെങ്കിൽ ഉപ്പ പട്ടിയെ തിന്നും. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ. ഫ്ലെക്സിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കോടതി എടുത്തിട്ട് അലക്കും. നടപടിയെടുത്താലോ BJPയുടെ പഴി കേൾക്കണം. എന്നാൽ പിന്നെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം എന്നുള്ളതുകൊണ്ടാണ് ഫ്ലെക്സിനെതിരെ നടപടിയുമായി ഇറങ്ങിയത്. പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ പരിപാടിയുടെ പ്രചരണാർത്ഥം BJP നഗരത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾക്ക് നഗരസഭ 2 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. നഗരത്തിലെ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിലെ നിയന്ത്രണം മറികടന്നായിരുന്നു ഫ്ലെക്സുകൾ സ്ഥാപിച്ചത്. 2021 ഹൈക്കോടതി വിധി പ്രകാരം പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും ഇത്തരത്തിൽ ബോർഡുകൾ വെക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും DGPയുടെ നിർദ്ദേശമുണ്ട്. BJP പ്രവർത്തകർ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ കോടതി ഇടപെടൽ കൂടി മുൻകൂട്ടി കണ്ടായിരുന്നു നഗരസഭയുടെ ഇടപെടൽ. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കേസ് വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവർക്ക് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്ത കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് നിയമപരമായും ഭരണപരമായുള്ള കാര്യങ്ങളാണ്, അത് അവർ ചെയ്തു. നഗരസഭയുടെ നടപടിയിൽ BJP തിരുവനന്തപുരം ജില്ലാ ഘടകം രോഷത്തിലാണ്. നഗരത്തിൻ്റെ മുഖം വികൃതമാക്കുന്ന രീതിയിൽ ഫ്ലക്സ് വയ്ക്കുന്നതിനോട് BJPക്ക് യോജിപ്പില്ല. പക്ഷേ പ്രചരണം ആവശ്യമാണല്ലോ. വയ്ക്കേണ്ട രീതിയിൽ നിയമപരമായിട്ട് ഫ്ലക്സ് വെക്കണം എന്നുള്ളത് തന്നെയാണ് BJPയുടെ നയം. എനിക്കതിൻ്റെ പേപ്പറൊന്നും കിട്ടിയിട്ടില്ല. ഇതിലെല്ലാം കളിക്കുന്നത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരാണ്. അതേസമയം പിഴയിട്ട തുക ഇതുവരെ BJP നേതാക്കൾ നഗരസഭയിൽ അടച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ഫ്ലക്സ് സ്ഥാപിക്കുന്നതിനെതിരെ കർശന നടപടിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ മേയർ തയ്യാറായില്ല. നഗരസഭയിലെ ഇടതുപക്ഷാഭിമുഖ്യമുള്ള ചില ഉദ്യോഗസ്ഥരാണ് അണിയറ നീക്കം നടത്തിയെന്നാണ് BJPയുടെ ആരോപണം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫ്ലക്സുകൾക്കെതിരെ എന്തുതന്നെയായാലും നടപടി ഉണ്ടാവണം. ഏത് രാഷ്ട്രീയ പാർട്ടിയാണത് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നോക്കി അവർക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോകാൻ നഗരസഭയ്ക്ക് കഴിയുകയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഇതിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല. S. വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും തിരുവനന്തപുരത്തെ ഈ അനധികൃത ഫ്ലെക്സുകളുടെ കാര്യത്തിൽ നേരത്തെ കേരള ഹൈക്കോടതി തന്നെ ഈ അനധികൃത ഫ്ലെക്സുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഫ്ലെക്സുകൾ നിറഞ്ഞ കാഴ്ച അടുത്തിടെ പൊതുജനം കഴുതയല്ല സാർ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നതാണ്. പിന്നീട് ആ ബോർഡുകൾ പലതും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തലസ്ഥാന നഗരത്ത് ഫ്ലെക്സ് ബോർഡുകൾ നിരക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇതിലാണ് BJPക്ക് പിഴ കോർപ്പറേഷൻ വിധിച്ചിട്ടുള്ളത്. പക്ഷേ BJP പറയുന്നു ഇക്കാര്യത്തിൽ നോട്ടീസ് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.